നാട്ടികയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ സിപിഐയിൽ പൊട്ടിത്തെറി. തന്നെ ഒഴിവാക്കി ഗീതാഗോപിയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ സിറ്റിംഗ് എംഎൽഎ സി മുകുന്ദൻ അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തി. അറിഞ്ഞത് ഇപ്പോൾ ഇന്ന് കാലത്ത് പത്രം നോക്കിയപ്പോഴാണ്. അപ്പോൾ ഇന്നലെ വരെ പാർട്ടിയിൽ റിപ്പോർട്ടിംഗ് നടക്കുന്നത് നിലവിലുള്ള രണ്ടാം ടൈം വരെയുള്ളവർക്ക് തുടരാനാണെന്ന് പറഞ്ഞിരുന്നത്. പിന്നെ പേരൊന്നും എടുത്ത് പറഞ്ഞിരുന്നില്ല, തുടരും. അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അവന് വേറെ വ്യത്യാസമായ അഭിപ്രായങ്ങൾ വരില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ മറ്റേ പാർട്ടി ഘടകത്തിൻ്റെ അതിൽ ചർച്ചകളൊക്കെ ഉണ്ടായി. ആര് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല, അപ്പോൾ അഭിപ്രായങ്ങൾ പറയാം. അഭിപ്രായം എത്ര പറഞ്ഞാലും നിലവിലുള്ള രണ്ടാം ടൈം വരെയുള്ള ആൾക്കാർ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനെയല്ല, ഇതൊരു പേയ്മെൻറ്റ് സീറ്റായി മാറി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഒരു അപകടസ്ഥിതി വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാനൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി. അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഇന്നലെ വരെ വലിയ സ്നേഹമാണ്. അതിപ്പോൾ ദിവസം ചെല്ലും തോറും കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷയം മനസ്സിൽ ഉയർന്നു നിൽക്കുകയാണ്. ഇപ്പം എൻ്റെ മനസ്സിൽ പലരും എൻ്റെ അടുത്ത് ജനങ്ങൾക്ക് ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം എൻ്റെ മനസ്സിലുള്ളത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണം നാട്ടികയിൽ. രണ്ടാമതും മത്സരത്തിന് അവസരം നൽകാത്ത പാർട്ടി നേതൃത്വത്തിനെതിരെ തിരിഞ്ഞ മുകുന്ദൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ടെന്നാണ് സൂചന. മണ്ഡലം കമ്മിറ്റിയിൽ സി മുകുന്ദനെതിരെ രൂക്ഷ വിമർശനമുയർന്നിരുന്നു. എന്നാൽ ഒരു വിഭാഗം സി മുകുന്ദനായി വാദിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ജില്ലയിൽ നിന്ന് ഒരു വനിതാ സ്ഥാനാർത്ഥി വേണമെന്നും നാട്ടികയിൽ ഗീതാഗോപിയെ പരിഗണിക്കണമെന്നുമായിരുന്നു മറുവിഭാഗത്തിന്റെ ആവശ്യം. സി മുകുന്ദന്റെ അതൃപ്തി തള്ളിയ ഗീതാഗോപി പാർട്ടി ഏൽപ്പിച്ച ചുമതല നിർവഹിക്കുമെന്ന നിലപാടിലാണ്. മറിച്ചുള്ള ആരോപണങ്ങൾക്ക് പാർട്ടി മറുപടി പറയുമെന്നും ഗീതാഗോപി വ്യക്തമാക്കി.